പള്ളിയിലെ പുതിയ അച്ഛനാ. തിരുമേനി, ഇത് പള്ളിയിൽ നിന്ന് അച്ഛനാണ് വന്നിരിക്കണേ. വരിക, കേറി വരിക, ഇരിക്ക. ഞാൻ ഈ പള്ളിയില് പുതിയതായിട്ട് വന്ന അച്ഛനാണ്. പള്ളിക്ക് സ്ഥലം ദാനമായി തന്ന തിരുമേനി ഒന്ന് കാണാമെന്ന് വെച്ച് കയറിയതാണ് ഇവിടെ. അപ്പോൾ ഇതിനു മുമ്പ് അവിടെ വികാരിയായിരുന്ന ഒറ്റപ്രാക്കനത്തിന് ഇപ്പോൾ അവിടെ ഇല്ലേ? അച്ഛൻ സ്ഥലമായി പോയല്ലോ. എന്താ തിരുമേനി ഒരു ചുമ? കാലമായി ചുമ തുടങ്ങിയിട്ട്. രാമൻ വൈദ്യന്റെ കഷായം പേടിച്ച് കുടിച്ചിട്ടൊന്നും ഒരു മാറ്റവുമില്ല. അങ്ങനെയാണെങ്കിൽ പട്ടണത്തിലുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിക്കാൻ വരായിരുന്നോ? പലരും പറഞ്ഞു പട്ടണത്തിൽ പോയി ഡോക്ടറെ കാണണമെന്ന്. അതിനൊക്കെ വലിയ കാശിലവില്ലേ? ഇല്ലത്തിന്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. കാരണ ഒരു എടുക്കാനില്ല. എല്ലാത്തിനും ദൈവം ഒരു വഴി കാണിച്ചു തരും തിരുമേനി. ഗുരുവായൂരപ്പ കാക്കയുടെ അച്ഛന് കുടിക്കാൻ അല്പം സംഭാരം എടുക്കട്ടെ. സുഭദ്രേ, അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക. എനിക്കൊന്നും വേണ്ട തിരുമേനി, ഞാൻ ഇറങ്ങുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ചാക്കോ, ജോർജ്, നമ്മളിന്നിവിടെ കമ്മിറ്റി കൂടിയിരിക്കുന്നത് ഈ വർഷത്തെ ധനസഹായം നമുക്ക് പള്ളിക്ക് സ്ഥലം നിന്ന് സഹായിച്ച ഒരു നമ്പൂതിരി കുഴപ്പമുണ്ട്. പുള്ളി വളരെ കഷ്ടത്തിലാണ്. മരുന്ന് മേടിക്കാൻ പോലും പൈസയില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് അഭിപ്രായമുണ്ട്. ഈ തവണത്തെ ധനസഹായം എൻ്റെ അയൽവക്കത്തിൽ പുള്ളിക്കാർക്കുണ്ട്. അവർക്ക് വേണം കൊടുക്കാൻ. അച്ചോ, ഞാൻ അയൽവക്കത്തെ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞ ചെറിയ ചുറ്റിക്കളിയാണ്. എൻ്റെ പൊന്നച്ചോ, ഈ പ്രാവശ്യത്തെ ധനസഹായം എൻ്റെ മകൻ ഒരു അമ്മായിയാണ്. അമ്മായിക്ക് തന്നെ കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അച്ഛനത് സമ്മതിക്കണം. അതെങ്ങനെ ജോർജ് ശരിയാകുന്നത്? എല്ലാ പ്രാവശ്യവും നീ തന്നെയായിരുന്നു കൊണ്ടുപോകുന്നത്. അച്ഛാ, ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം ചോദിക്കുന്നത്, അച്ഛൻ എനിക്കത് തരണം. ചാക്കോച്ചേട്ടൻ എന്ത് അടിസ്ഥാനത്തിലത് പറയുന്നത്? ഈ പ്രാവശ്യത്തെ ധനസഹായം എന്തൊക്കെയാണെങ്കിലും എൻ്റെ അമ്മായിക്ക് തന്നെ കൊടുക്കണം. എന്ത് അടിസ്ഥാനമാണെങ്കിലും ആയിക്കോട്ടെ, അച്ഛൻ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. നിർത്ത. ഈ വർഷത്തെ ധനസഹായം ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തോളാം. അതൊക്കെ അച്ഛൻ്റെ ഇഷ്ടം. ഓക്കെ, അച്ഛൻ്റെ ഇഷ്ടത്തിന്. ഈ അസമയത്ത് ആരാണാവോ വാതിലിൽ മുട്ടുന്നത്? ഒന്ന് പോയി നോക്കുക സുഭദ്രേ. സന്ധ്യാദീപം കൊടുക്കുന്ന നേരം അത്താഴ പ്രശ്നക്കാരുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അത് കേട്ട് ആരേലും വന്നതാണോ ആവോ? ഇവിടെ പോലും കഴിക്കാൻ ഒന്നുമില്ല. ഇനി ആരെങ്കിലും വന്നാല് എന്ത് കൊടുക്കുവാവോ? നമസ്കാരം തിരുമേനി. ഈശോമിശിഹായ്ക്ക് തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾ അങ്ങേക്ക് കുറച്ച് സമ്മാനങ്ങളുമായിട്ട് പള്ളിയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഞങ്ങൾ വാങ്ങിയാലും തിരുമേനി. സുഭദ്രേ, ഇത് അങ്ങട് അകത്തോട്ടെടുത്ത് വെക്കുക. നാം പലർക്കും അങ്ങോട്ട് ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് ദാനം സ്വീകരിക്കുന്നത് ഇത് ആദ്യമായിട്ടാ. ഇതാണ് തിരുമേനി കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത്.